രണ്ട് അത്ഭുതങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഹിസ്റ്ററി പഠിപ്പിച്ച ഹരിസാർ ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അറിയാമായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് ചൈനയിലെ അത്ഭുതങ്ങള്? ഉറക്കെ പറയൂ. മറന്നുപോയോ ഹിസ്റ്ററിയൊക്കെ? ചൈന വൻപതില്ല കണ്ടോ? കണക്ക് സാറിനാണ് നന്നായിട്ട് അറിയാവുന്നത്. കാരണം നീളവും വീതി ഉയരവും ഒക്കെ കണക്ക് കൂട്ടുന്നത് കണക്കിലാണ്. ചൈന വൻപതിലാണ് ഒന്നേതാണ്? ചൈനയിലെ ദ ഗ്രേറ്റ് ബെൽ ഓഫ് ചൈന. ഒരു മണിയുണ്ട്, കേട്ടിട്ടുണ്ടോ? ചൈനയിൽ ഒരു മണിയുണ്ട്, ലോക പ്രശസ്തമായ ദ ഗ്രേറ്റ് ബെൽ ഓഫ് ചൈന. ഷിയാങ് എന്ന് പറയുന്ന രാജകുടുംബത്തിൽ ഏതാണ്ട് 1400 BC ബുദ്ധിസ്റ്റുകളായിരുന്നു നമ്മുടെ കൂടുതൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് രാജാവ് ഒരു ഓർഡർ ഇടുകയാണ്, ലോകത്തെങ്ങുമില്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണി ഉണ്ടാക്കണം. അവിടുത്തെ പ്രശസ്തനായിട്ടുള്ള ശില്പിയെ വിളിച്ചു. ശില്പി കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചൈനയിലെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ഏറ്റില്ലെങ്കിൽ ഇന്നും ശിക്ഷയുണ്ട്. വേറെ ശിക്ഷയൊന്നുമല്ല, അവരുടെ ഏതുകൊണ്ടാണോ ജോലി ചെയ്യേണ്ടത് ആ ഭാഗം വെട്ടിക്കളയും. ശില്പി ഏറ്റു. അദ്ദേഹം മണി ഉണ്ടാക്കി. ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാം? ബ്രോൺസ് ആണ്. ബ്രോൺസ് ഉരുക്കിയിട്ട് അത് മൂശയിലേക്ക് ഒഴിച്ച് അതിനെ തണുപ്പിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. വളരെ വലിയൊരു മണി ഉണ്ടാക്കി വലിയ വണ്ടിയിൽ കയറ്റി രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. മണിയടിക്കാൻ പറഞ്ഞു. രാജാവ് ആ ശബ്ദം ഇഷ്ടപ്പെട്ടില്ല. ഇത് കൊണ്ടുപോകും, ഇത് വേറെ വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം ഉണ്ടാക്കി, അതും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രാജാവ് ഇനിയത്തെ ശിക്ഷ അയാളുടെ കൈ വെട്ടുക, തല വെട്ടുക. വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഈ ശില്പി വീട്ടിൽ വന്നിരിക്കുമ്പോൾ മകൾ, സുന്ദരിയായ മകൾ. ചൈനയിലെ സൗന്ദര്യം എവിടെയാണ് നോക്കുന്നത് അറിയാവോ? നമ്മളൊക്കെ പെൺകുട്ടികളുടെ സൗന്ദര്യം നോക്കുന്നത് എവിടെയാണ്? മുഖത്താണ് അല്ലേ? ഇരിക്കുന്നവരെല്ലാം സുന്ദരിമാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷെ ചൈനയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ചൈനയിൽ സുന്ദരിയാണോ എന്ന് അറിയണമെങ്കിൽ അവരുടെ കാല് കാണണം, പാദം കാണണം. അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഈ പാദത്തിനെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുവാനായിട്ട് ചൈനക്കാർ ശ്രമിക്കും. ആ പാദമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അപ്പോൾ തന്റെ മകൾ 16 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നിരാശപ്പെടരുത്, ഞാൻ തീർച്ചയായിട്ടും അച്ഛനെ സഹായിക്കാം. അച്ഛൻ അതിന്റെ പണി തുടങ്ങിക്കോളൂ. ഇന്ന് 7-ാം ദിവസം ആ മണി പൂർത്തിയാകുമ്പോൾ ലോകത്തിന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ലോകം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ശബ്ദത്തോടു കൂടിയ ഒരു മനോഹരമായ മണി തയ്യാറാവും. ശരി, അച്ഛൻ പണി തുടങ്ങി. എല്ലാം ഒരുക്കി 6-ാമത്തെ ദിവസം അത് അതിന്റെ ആ അച്ചിലേക്ക്, മൂശയിലേക്ക് ഒഴിക്കുവാൻ പാകത്തിന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു പെൺകുട്ടി, 16 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടി, ഏറ്റവും നല്ല പാദമുള്ള മനോഹരിയായ പെൺകുട്ടി അതിന്റെ അടുത്ത് എന്നിട്ട് എന്നെ ഒന്ന് ഉയരത്തിലേക്ക് കയറ്റിവിടൂ. ഉയരത്തിലേക്ക് കയറ്റിവിട്ടപ്പോൾ അവൾ അവളുടെ കാലെടുത്ത് നേരെ ആ തിളയ്ക്കുന്ന ബ്രോൺസിലേക്ക് എടുത്തു വെച്ച് സ്വന്തം ശരീരം അതിലേക്ക് ഇടുകയാണ് ചെയ്തത്. എന്ത് ചെയ്യാനാണ്? ആ മണി കൊണ്ടുവന്നു. ഇന്നും ലോകപ്രശസ്തമായ മണി 45.6 ടണ്ണാണ് മണിയുടെ ഭാരം. 15 കിലോമീറ്റർ അകലെ വരെ ആ മണിയുടെ ശബ്ദം കേൾക്കാം. ഓരോ സ്പർശനത്തിനും ഓരോ തരം ശബ്ദം. ലോകത്തിന്ന് വരെ ആർക്കും അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ രക്തവും മാംസവും മജ്ജയും എല്ലും തോലും ഒരുമിച്ചുരുകി ചേർന്ന് ആ ബ്രോൺസിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആ മണിയുടെ നാദം, അതിന്റെ ശബ്ദം ഇന്നും ചൈനയിലെ അതിശയമായിട്ട് തന്നെ ഇരിക്കുന്നു. അതിൽ 1,02,27,000 ബുദ്ധന്റെ ശ്ലോകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 15 കിലോമീറ്റർ അകലെ നിന്ന് ഈ മണിയുടെ ശബ്ദം കേൾക്കാം. ഇത് ഇത്രമാത്രം വലിയ ഒരു മണി സൂക്ഷിച്ചിരിക്കുന്നത് ചൈനയിലെ ഒരു അമ്പലത്തിലാണ്. ചൈനയെ പഠിച്ചവരുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ത്യാഗം. ഇന്ന് വർഷം 2025 1400 BC ഉണ്ടാക്കിയ ആ മണി ഇന്നും ഈ കുട്ടിയെ ഓർമ്മിക്കാനും ഇന്നും ലോകത്തെ ഏറ്റവും പ്രശസ്തമായി നിലനിൽക്കുന്നെങ്കിൽ ആ ത്യാഗം എത്ര വലുതാണ്.
എന്ന് കരുതി നിങ്ങളാരും ഉരുകിയ പ്രോഡ്സിലൊന്നും ചാടണ്ട. ചെയ്യുന്ന പ്രവൃത്തിയിൽ കിട്ടുന്ന ശമ്പളത്തിൽ കിട്ടുന്ന പൈസയിൽ ഒരംശം തീർച്ചയായും മാറ്റി വെച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് കൂടി കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ ത്യാഗം. അതിന് സന്നദ്ധരാവുക. എല്ലാം എനിക്കിരിക്കട്ടെ എന്ന് വിചാരിക്കാതെ, നമ്മുടെ തൊട്ടയലത്തുള്ളവന് പട്ടിണി കിടക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ച് ഫ്രീസറിൽ കൊണ്ട് വെക്കാതെ ആ ആഹാരത്തിൻ്റെ ഒരു പങ്ക് കഴിക്കുവാനുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടി കൊടുക്കുക. നിങ്ങളൊക്കെ നല്ല അച്ഛനും അമ്മയുമായി മാറട്ടെ. നിങ്ങളെ കണ്ട് നിങ്ങളുടെ കുട്ടികൾ ആനന്ദിക്കട്ടെ, അവർ അഭിമാനിക്കട്ടെ. എൻ്റെ അച്ഛനെ പോലെ ഒരു അച്ഛൻ ലോകത്തില്ല എന്ന് കുട്ടി പറയണം. എൻ്റെ അമ്മയാണ് ഏറ്റവും നല്ല അമ്മയെന്ന് ഓരോ മക്കളും പറയണം, കൊച്ചുമക്കളും പറയണം. അതിനുള്ള പ്രവൃത്തികൾ ചെയ്യണം. അപ്പോൾ അവരോട് പറയണം, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മഹത്വമാണ്, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ മഹത്വമാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന്. ലിബി ഇവിടെ പാടിയ ശ്ലോകം നിങ്ങൾ കേട്ട് കാണും. അജ്ഞാനത്തിനെ അകറ്റിയിട്ട് ജ്ഞാനം കൊണ്ട് മിഴി തുറപ്പിക്കുന്ന ആ ഗുരുക്കന്മാരെ നമിച്ചുകൊണ്ട് ലിബി ഇവിടെ പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഗുരുത്വം എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉയരും, യാതൊരു സംശയമില്ല. ഞാൻ കൂടുതൽ സമയം എടുത്തു എന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങളെയൊക്കെ കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ട് പറയാൻ വെമ്പി വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, എനിക്ക് ആദരവ് തന്നവർക്ക്, എന്നെ ക്ഷണിച്ചവർക്ക്, എൻ്റെ സഹപ്രവർത്തകർക്ക്, ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും ഞാനിവിടെ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.